നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിലേക്ക് സംഖ്യകളുണ്ടല്ലോ, ഒരു ഇടതുപക്ഷ എം പിക്ക് നന്ദി പറയുകയാണ്. ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയി, ഇതെന്ത് സംഭവം? ഇടതുപക്ഷത്തെ ഒരു എം പിക്ക് സംഖ്യകളെല്ലാം കൂടെ തച്ചിലിരുന്ന് നന്ദി പറയുന്നു. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, ഈ എം പിയോടാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ നന്ദി പറയുന്നത്. ആളിതേ ഇതാണ്, കണ്ടിട്ടുണ്ടോ നോക്കിയേ. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പേര് വി ശിവദാസൻ എന്നാണ്. ഇടതുപക്ഷത്തു നിന്നുള്ള ഒരു എം പിയാണ്, രാജ്യസഭാ എം പിയാണ്. അപ്പോൾ ഈ രാജ്യസഭാ എം പി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് രാജ്യസഭയിൽ കിടന്ന് അലമ്പുണ്ടാക്കുന്ന ബ്രിട്ടാസും ഇംഗ്ലീഷ് പറയുന്ന പിന്നെ ലുട്ടാപ്പി എന്നറിയപ്പെടുന്ന എ റഹീമൊക്കെ ആയിരിക്കാം. പക്ഷെ അതുകൂടാതെ ഇങ്ങനെ ചില എം പിമാരൊക്കെ ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും വലിയ ഉപകാരമോ ഉപദ്രവമൊന്നുമില്ല. അങ്ങനെ എം പി ആയിട്ട് കഴിഞ്ഞു പോകുന്നു. കുറേ നാളിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ രൂപമൊന്നുമല്ല ഇപ്പോഴുള്ള രൂപം. അതൊക്കെ ഓരോ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ ആ രൂപം മാറുമല്ലോ. ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. എന്തിനാണ് ഇദ്ദേഹത്തിന് നന്ദി പറയുന്നത്, സംഖ്യകൾ നന്ദി പറയുന്നത് എന്നാണല്ലോ നമ്മുടെ വിഷയം. അതിലേക്ക് വരാം. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യസഭയെ ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഇങ്ങനെയൊന്നും പുള്ളി രാജ്യസഭ എഴുന്നേക്കാറില്ല. ഈ ബാത്റൂമിലോ മറ്റോ പോകണമെങ്കിൽ മാത്രമാണ് അദ്ദേഹം എഴുന്നേക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പറയുന്നത്. ഈ മനുഷ്യന് എതിരാളികളുണ്ടോ എന്ന് തന്നെ അറിയില്ല, കാരണം അദ്ദേഹത്തിന് തന്നെ അധികം ആർക്കും അറിയില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശയാത്ര നടത്താറുണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ചിലവെത്ര, അതുവഴി ഇന്ത്യക്ക് കിട്ടിയ വരവെത്ര, ഇതായിരുന്നു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടി, ബോധിച്ചു. ഉത്തരം നമ്മുടെ ഇവിടെയുള്ള മാപ്പറകളൊക്കെ കൊടുത്തു. അതും രണ്ട് രീതിയിലുള്ള തുകയാണ് അവർ കൊടുത്തത്. അതായത് ചിലവ് ഇന്ത്യൻ രൂപയിൽ പറയുന്നു, വരവ് ഇങ്ങോട്ട് കിട്ടിയ നിക്ഷേപം അവർ അമേരിക്കൻ ഡോളറിലാണ് പറഞ്ഞത്. അത് ഈ ബുദ്ധി കുറവുള്ള കമ്മികളെയും കൊങ്ങികളെയും ഒക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അഭ്യാസമായിരുന്നു. അതിങ്ങനെയായിരുന്നു. 2021 മുതൽ മോദി വിദേശയാത്രയ്ക്ക് ചെലവഴിച്ചത് 558 കോടി രൂപ. ഇത് നമ്മുടെ ഇന്ത്യൻ രൂപയിലാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യത്ത് എത്തിച്ചത് 381.8 ബില്യൺ ഡോളർ നിക്ഷേപം. അപ്പോൾ ഇവിടെ ഈ ദശാംശമൊക്കെ വെച്ചിരിക്കുമ്പോൾ നമുക്കറിയാമത് ഏകദേശ കണക്കല്ല, ഇവിടെ കിട്ടിയ കണക്ക് തന്നെയാണെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ ഏകദേശ കണക്കാണെങ്കിൽ റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ മതി, ഇതുപോലെ ദശാംശം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി എത്രയാണ് ആ തുക? ഇത് രണ്ടും കൂടെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഒന്ന് ഇന്ത്യൻ രൂപയിൽ, ഒന്ന് അമേരിക്കൻ ഡോളറിൽ. 558 വലുത്, 381 വലുത്. ഇങ്ങനെ ആളുകൾ തെറ്റിദ്ധരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലവ് 558 കോടി, ഇങ്ങോട്ട് കിട്ടിയത് 381.8. ചേട്ടാ ഇതെന്ത് കളി? പക്ഷേ എത്രയാ അത്? ബില്യൺ ഡോളറാണ്. ആ ബില്യൺ ഡോളർ എത്ര വരുമെന്നറിയാമോ? ഏകദേശം 38 ലക്ഷം കോടി രൂപ. 38 ലക്ഷം കോടി രൂപ. അതാണ് നേരിട്ട് ഇന്ത്യയിലേക്ക് വന്ന നിക്ഷേപം. ഇനി ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നമുക്കൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, എത്ര രൂപ ചെലവഴിച്ചു, എത്ര രൂപ കിട്ടി എന്നൊരു കണക്കാണ് എടുക്കുന്നതെങ്കിൽ, നരേന്ദ്രമോദിക്ക് വേണ്ടി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് 1 രൂപ ചെലവാക്കുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം, 1 രൂപ ചെലവാക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ച നിക്ഷേപം എന്നത് 66,000 രൂപ. അതായത് 1 രൂപ ചെലവഴിച്ചുകൊണ്ട് 66,000 രൂപയാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. എത്ര മടങ്ങാണ് എന്നാലോചിച്ച് നോക്കുക. അപ്പോൾ അത് നേട്ടമാണോ കോട്ടമാണോ? തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ നേട്ടമാണ്. അദ്ദേഹത്തിൻ്റെ ചിലവെന്നത് വളരെ തുച്ഛമാണ്. ഈ 558 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വലിയ തുകയാണെന്ന്. പക്ഷേ ഇങ്ങോട്ടേക്ക് കിട്ടിയ നിക്ഷേപം വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊരു സത്യം ജനങ്ങൾക്ക് മനസ്സിലാവാൻ ഈ രാജ്യസഭ എം പി ആയ ഇടതുപക്ഷക്കാരനെ കൊണ്ട് സാധിച്ചു. അയാൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയത്. ഇത് പല രീതിയിൽ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള മാപ്പറകൾ ഇങ്ങനെ കൊടുത്തുവെങ്കിലും ഒരല്പം തലയിൽ ബുദ്ധിയുള്ള ഒരാൾ ഈ 381.8 ബില്യൺ ഡോളർ എത്രയാണ്, ഇന്ത്യൻ രൂപ എത്രയാണെന്നൊക്കെ അടിച്ചു നോക്കും. നമുക്കിപ്പോൾ എല്ലാ നെറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ കണ്ണ് തള്ളിപ്പോവും. ഏകദേശം 38 ലക്ഷം കോടി രൂപയാണ്. അത് വലിയൊരു തുകയാണ്. അപ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവും ഈ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന തുകയൊന്നും ഒരു തുകയേ അല്ല. ഇങ്ങോട്ടേക്ക് നേരിട്ട് എത്തുന്ന നിക്ഷേപം വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. 1 രൂപ ചെലവഴിച്ചുകൊണ്ട് 66,000 രൂപ രാജ്യത്തിന് നേടിക്കൊടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇനിയും ഒരുപാട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ഈ ഒരു വിവരം പുറത്തു കൊണ്ടുവന്നതിനാണ് ഈ വി ശിവദാസൻ എന്ന ഈ മുതലിനോട് സംഘികൾ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നത്. വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന നിലയിലും നികുതി അടയ്ക്കുന്ന ഒരു പൗരൻ എന്ന നിലയിലും ഞാനും ഈ മാന്യദേഹത്തോട് നന്ദി പറയുന്നു. റൊമ്പ നന്ദി കമ്മി എം പി ചേട്ടാ.